നമസ്കാരം, എല്ലാവർക്കും നോട്ട് ഫോർ പേസിയുടെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമ്മുടെ കറണ്ട് അഫയേഴ്സിൻ്റെ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് 61ാമത്തെ കറണ്ട് അഫെയർ ആണ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ അവരോട് പറയാനുള്ളത്, നമ്മൾ ഡെയിലി 10 കറണ്ട് അഫയേഴ്സ് വീതം പഠിക്കും. ആദ്യം ഈ 10 കറണ്ട് അഫയേഴ്സ് നമ്മൾ പഠിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ട് വീണ്ടും അത് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ട് ഒന്നുകൂടി പറഞ്ഞു നോക്കും. നമ്മൾ പഠിച്ച കാര്യം വീണ്ടും രണ്ടാമത് കൂടി ഉറപ്പിക്കുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. 61ാം ചോദ്യമാണ്. കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസ്. കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിക്കുന്ന ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസിന്റെ പേരെന്താണ്? പാരന്റിംഗ് പോഡ്കാസ്റ്റ്. എന്താണ് പാരന്റിംഗ് പോഡ്കാസ്റ്റ്? എന്താണ്? കുട്ടികളെ വളർത്തുന്നതിൽ നമ്മൾ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതിനെക്കുറിച്ച് അവർക്ക് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഓഡിയോ പോഡ്കാസ്റ്റ് സീരീസിന്റെ പറയുന്ന പേരാണ് പാരന്റിംഗ് പോഡ്കാസ്റ്റ്. അടുത്തത് 62ാം ചോദ്യമാണ്. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ കാണുകയും പ്രചരിപ്പിക്കുകയും ശേഖരിക്കുകയും ചെയ്യുന്നവർക്കെതിരെ കണ്ണൂർ ജില്ലയിലെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധന. കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഇന്റർനെറ്റിൽ കാണുക, പ്രചരിപ്പിക്കുക, ശേഖരിക്കുക ഇവ ചെയ്യുന്നവർക്കെതിരെ കണ്ണൂർ ജില്ലയിലെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയുടെ പേരാണ് ഓപ്പറേഷൻ പി ഹണ്ട്. എന്താണ് ഓപ്പറേഷൻ പി ഹണ്ട്? ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണെന്ന് ഓർക്കണം, കേരളത്തിലല്ല. കണ്ണൂർ ജില്ലയിലെ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയാണ് ഓപ്പറേഷൻ പി ഹണ്ട്. അടുത്ത ചോദ്യം 63ാമത്തെ ചോദ്യമാണ്. പുതുതലമുറയെ ആകർഷിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച ഭക്ഷണശാല. എന്താണ്? പുതിയ തലമുറയെ ആകർഷിക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച ഭക്ഷണശാലയുടെ പേരെന്താണ്? മീറ്റ് പോയിന്റ്. എന്താണ്? മീറ്റ് പോയിന്റ് ആണ് കുടുംബശ്രീ ആരംഭിച്ച പദ്ധതിയാണ്. എന്തിനാണ്? പുതിയ തലമുറയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാലയാണ് മീറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അടുത്തത് 64ാമത്തെ ചോദ്യമാണ്. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും കണ്ടെത്തിയ പുതിയ സസ്യങ്ങൾ. ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും പുതിയ 2 സസ്യങ്ങൾ കണ്ടെത്തിയായിരുന്നു. അവയുടെ പേരെന്താണ്? ഇതാണ്: ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന. അല്ലെ, അതിൽ ഒന്നിൽ മീശപ്പുലിമലയെന്നുണ്ട്, ഒന്നിൽ ഇടുക്കിയെന്നുണ്ട്. അപ്പോൾ ലിറ്റ്സിയ മീശപ്പുലിമലയാന, ലിറ്റ്സിയ ഇടുക്കിയാന, ഇത് രണ്ടുമാണ് നമ്മുടെ ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ സസ്യങ്ങൾ. എന്താണ്? സസ്യവർഗത്തിൽപ്പെട്ടതാണ് കേട്ടോ. അടുത്ത ചോദ്യം 65ാമത്തെ ചോദ്യമാണ്. 2025 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം. 2025 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കുള്ള സംസ്ഥാനങ്ങളിൽ കേരളത്തിന്റെ സ്ഥാനം ഒക്കെയാണെന്ന് ചോദിച്ചിട്ടുള്ളത്. 2ാം സ്ഥാനമാണ് കേരളത്തിനുള്ളത്. തൊഴിലില്ലായ്മ നിരക്കില് 2ാം സ്ഥാനമാണ് നമ്മുടെ കേരളത്തിനുള്ളത്. 1ാം സ്ഥാനം എവിടെയാണ്? അത് ഉത്തരാഖണ്ഡാണ്. അപ്പൊ നമ്മുടെ കേരളത്തിന് 2ാം സ്ഥാനമുണ്ട്. ഏതാണ്? കാലയളവ് ഏതാണ്? 2025 ഒക്ടോബർ ഡിസംബർ കാലയളവാണ്. ഇതിന്റെ ഒരു റിലേറ്റഡ് ചോദ്യം കൂടി ഉണ്ട്. അതായത് സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കിൽ 1ാമതെത്തിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ്. സ്ത്രീകൾക്കിടയിലെ തൊഴിലില്ലായ്മ നിരക്കില് 1ാം സ്ഥാനമാണ് നമുക്ക് കേരളത്തിനുള്ളത്. അല്ലാതെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 2ാം സ്ഥാനമാണ്. 66ാം ചോദ്യമാണ്. പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന്റെ ഉയർന്ന പ്രായപരിധി. കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന്റെ ഉയർന്ന പ്രായപരിധി എത്രയാണ്? 40 വയസ്സ്. OBC ആണെങ്കിൽ 43 വയസ്സ്, SC ST ആണെങ്കിൽ 45 വയസ്സ്. അടുത്ത ചോദ്യം നോക്കാം. 67ാം ചോദ്യമാണ്. അടുത്തിടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറുമായ പത്മശ്രീ ജേതാവ്. അടുത്തിടെ നമ്മുടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരിയുമാണ്, അതുപോലെ ഫോട്ടോഗ്രാഫറുമാണ്, പത്മശ്രീ ജേതാവുമാണ്. ബ്രിട്ടീഷ് എഴുത്തുകാരിയാണ്, ഫോട്ടോഗ്രാഫറാണ്, പത്മശ്രീ ജേതാവാണ്. പത്മശ്രീ കിട്ടിയത് 2012 അപ്പൊ ആ വ്യക്തിയുടെ പേരെന്താണ്? പെബിത സേത്ത് ആണ് ഈ അടുത്തിടെ ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച ബ്രിട്ടീഷ് എഴുത്തുകാരി, ഫോട്ടോഗ്രാഫറും പത്മശ്രീ ജേതാവുമായ വ്യക്തി. അടുത്ത ചോദ്യം 68ാമത്തെ ചോദ്യമാണ്. 2026 നടന്ന ICC അണ്ടർ 19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ കിരീടം നേടിയത്. അപ്പോൾ
2026 നടന്ന ICC Under-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിന്റെ കിരീടം നേടിയത് ഏതാണ്? നമ്മുടെ ഇന്ത്യക്കായിരുന്നു കിരീടം ലഭിച്ചത് അല്ലേ. അപ്പോൾ റണ്ണറപ്പ് ഏതായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു റണ്ണറപ്പ്. മാൻ ഓഫ് ദി മാച്ച് വൈഭവ് സൂര്യവംശി. ഇന്ത്യയുടെ 6ാമത് Under-19 ലോകകപ്പ് കിരീടമാണ്. അപ്പോൾ 2026 ICC Under-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടം നേടിയത് നമ്മുടെ ഇന്ത്യ ആയിരുന്നു. റണ്ണറപ്പ് ഏതായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു. മാൻ ഓഫ് ദ മാച്ച് വൈഭവ് സൂര്യവംശിയാണ്. ഇനി ഇന്ത്യയുടെ 6ാമത് Under-19, ഇന്ത്യയുടെ എത്രാമത്തെയാണ്? 6ാമത്തെ Under-19 ലോകകപ്പ് കിരീടമാണ്. ഇനി അടുത്തത് 69ാമത്തെ ചോദ്യമാണ്. 2026 നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട വിജയി. 2026 നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീട വിജയി ഏതാണ്? സർവീസസ് ആണ്. അപ്പോൾ റണ്ണറപ്പ് ആരാണ്? കേരളത്തിനാണ് റണ്ണറപ്പ്. വിജയി ഏതാണ്? ഏത് ടീമാണ്? സർവീസസ് ടീമാണ് അല്ലേ. അടുത്തത് 70ാമത്തെ ചോദ്യമാണ്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത്. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്മൃതി മന്ദാന. ആരാണ്? സ്മൃതി മന്ദാന. എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയി തിരഞ്ഞെടുക്കപ്പെട്ടത് ദിവ്യ ദേശ്മുഖ്. രണ്ട് കാര്യങ്ങൾ പഠിച്ചോ. BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ 2025 ആയത്, വുമൺ ഓഫ് ദി ഇയർ 2025 ആയത് സ്മൃതി മന്ദാനയാണ്. എമർജിംഗ് പ്ലെയർ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുത്തതാരാണ്? ദിവ്യ ദേശ്മുഖ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ. അപ്പോൾ നമുക്ക് മോക്ക് ടെക്സ്റ്റ് ചെയ്യാൻ പോവുകയാണ്. നമുക്ക് പെട്ടെന്ന് ഈ 10 ചോദ്യങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം അല്ലേ. അപ്പോൾ നോക്കാം. ആദ്യത്തെ ചോദ്യം ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും പുതിയതായി കണ്ടെത്തിയ സസ്യ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഇടുക്കിയിലെ മീശപ്പുലിമലയിൽ നിന്നും പുതിയതായിട്ട് കണ്ടെത്തിയ സസ്യ വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ നോക്കിയ ഓപ്ഷൻസിൽ നിങ്ങൾ ആ 2 പേരുകൾ ഏത് ഓപ്ഷൻസിലാണ് കാണുന്നത്? ഇതൊരു ഓപ്ഷൻ എ അല്ലേ. ലിറ്റ്സിയ മീശപ്പുലി മലയാന, ലിറ്റ്സിയ ഇടുക്കിയാന അല്ലേ. അപ്പോൾ ഇത് രണ്ടുമാണ് പുതിയ സസ്യ വിഭാഗങ്ങൾ. എവിടെ നിന്ന് കണ്ടെത്തിയത്? ഇടുക്കിയിലെ മീശപ്പുലി മലയിൽ നിന്നും. അടുത്ത ചോദ്യം, കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഓഡിയോ പോഡ്കാസ്റ്റ് പരമ്പര ഏതാണ്? എന്താണ് ഓഡിയോ പോഡ്കാസ്റ്റ് പരമ്പരയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, പാരന്റിംഗ് പോഡ്കാസ്റ്റ് ആണ്. കുട്ടികളെ വളർത്തുന്നതിൽ മാതാപിതാക്കൾ പുലർത്തേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിനായി കേരള വനിതാ ശിശു വികസന വകുപ്പ് ആരംഭിച്ച ഓഡിയോ പോഡ്കാസ്റ്റ് പരമ്പര. മൂന്നാമത്തെ ചോദ്യം നോക്കാം. പുതിയ തലമുറയെ ആകർഷിക്കാൻ കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാല ഏതാണ്? പുതിയ തലമുറയെ ആകർഷിക്കാനായിട്ട് കുടുംബശ്രീ ആരംഭിച്ച പുതിയ ഭക്ഷണശാലയുടെ പേരെന്താണ്? ഓപ്ഷൻ ബി ആണ്, മീറ്റ് പോയിന്റ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ്, മീറ്റ് പോയിന്റ്. നാലാമത്തെ ചോദ്യം. അടുത്ത ചോദ്യം, 2025 ഒക്ടോബർ ഡിസംബർ കാലയളവിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതാണ്? ചോദ്യം ശ്രദ്ധിക്കണം. ഏറ്റവും കൂടുതൽ തൊഴിലില്ലായ്മ നിരക്ക് രേഖപ്പെടുത്തിയ സംസ്ഥാനം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതാണ് സംസ്ഥാനം? ഓപ്ഷൻ സി ആണ്, ഉത്തരാഖണ്ഡ് ആണ് 1ാം സ്ഥാനത്ത്. നമ്മുടെ കേരളത്തിന് 2ാം സ്ഥാനമാണ് കേട്ടോ. അടുത്തത്, കുട്ടികളുടെ അശ്ലീല ദൃശ്യങ്ങൾ ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കേരള പോലീസ് നടത്തുന്ന മിന്നൽ പരിശോധന ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കേരള പോലീസും അല്ല, കണ്ണൂരിലെ പോലീസാണല്ലോ നടത്തിയത്. അപ്പോൾ ഏതാണ് ഉത്തരം? ഓപ്പറേഷൻ പീഹണ്ട് ആണ്. 2025 BBC ഇന്ത്യൻ സ്പോർട്സ് വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? വുമൺ ഓഫ് ദി ഇയർ ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സ്മൃതി മന്ദാന. ആരാണ്? സ്മൃതി മന്ദാന. അടുത്ത 2026 നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടീം കിരീടം നേടിയത്. 2026 നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ ടീം ഏതാണ്? അത് സർവീസസ് ആണ്. ആരായിരുന്നു റണ്ണറപ്പ്? നമ്മുടെ കേരളമായിരുന്നു അല്ലേ. അടുത്തത്, 2026 ഫെബ്രുവരിയിൽ ഔദ്യോഗികമായി ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ച പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരിയും ഫോട്ടോഗ്രാഫറും ആരാണ്? ഓപ്ഷൻ ബി ആണ്, പെപിത സേത്ത്. ആരാണ്? പെപിത സേത്ത്. അടുത്തത്, പുതുക്കിയ നിർദ്ദേശപ്രകാരം കേരള PSC പരീക്ഷകൾക്ക് അപേക്ഷിക്കാനുള്ള പൊതുവിഭാഗത്തിന്റെ ഉയർന്ന പ്രായപരിധി എത്രയാണ്? പൊതുവിഭാഗത്തിന്റെ ഉയർന്ന പ്രായപരിധി ഓപ്ഷൻ സി ആണ്, 40 വയസ്സ്. 2026 ICC Under-19 പുരുഷ ക്രിക്കറ്റ് ലോകകപ്പ് കിരീടം നേടിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, ഇന്ത്യയാണ്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ 10 ചോദ്യങ്ങളുടെ മോക്ക് ടെക്സ്റ്റ്. അപ്പോൾ നിങ്ങൾക്കെല്ലാം ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു.
വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസ് കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് എത്തത്തുള്ളൂ. പിന്നെ നമുക്ക് അടുത്ത 10 കറണ്ട് അഫയേഴ്സായിട്ട് നാളെ വീണ്ടും കാണാം.